everyone, welcome back to my YouTube channel. So, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ യൂട്യൂബിലൊക്കെ കുറേ കണ്ടിട്ടുള്ള വീഡിയോ ആണ്. ആൻഡ് എനിക്ക് കുറച്ച് എക്സൈറ്റഡ് അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി ഒക്കെ ആയിട്ട് ഞാൻ എടുത്ത് കാണുന്ന ഒരു വീഡിയോ ആണ്. വേറെ ഒന്നല്ല, നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ വാട്ട്സ് ഇൻ മൈ ബാഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബാഗിൽ എന്തൊക്കെയുണ്ടെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ബാഗ്. എൻ്റെ ഓഫീസ് ബാഗാണ് ഇത്. അത്യാവശ്യത്തിന് വലിയ ബാഗാണ്. ഞാനൊരു 2 വർഷം മുന്നേ മേടിച്ചിട്ടുള്ള ബാഗാണ് കേട്ടത്. ഇത് ഇപ്പോഴാണ് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യണത്. ഒരു 6-7 മാസമായിട്ട് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ബാഗ്. അതുവരെ ഇത് വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് ബാഗ്. നല്ല ബാഗാണ് കേട്ടോ. പക്ഷെ ഇതിപ്പം ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇതിങ്ങനെ ചെറുതായിട്ട് ഇതിന്റെ സ്കിന്നിന് ഇവിടുന്ന് പീലായി പോകുന്നുണ്ട്. ഇതിന് ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ കവറിങ് ഉണ്ട് ഇവിടെ. അപ്പൊ അതാണ് ഇങ്ങനെ പീലായി പോകുന്നത് കേട്ടോ. അപ്പൊ ഇത് വന്നിട്ട് സിൽവറും പിന്നെ ഒരു ബ്രൗൺ കളർ ഷെയ്ഡ് വരുന്ന ബാഗാണ്. നല്ല അടിപൊളി ബാഗാണ് കേട്ടോ. കണ്ട് ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ പീലായി പോകുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബാഗാണ്. പിന്നെ ഇത് നല്ല തിക്കാണ്. ഇതിന്റെ ഈ ഒരു സ്ലിംഗ് അതൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഞാൻ നൈക്കേന്നാണ് കേട്ടോ ഈ ഒരു ബാഗ് മേടിച്ചിട്ടുള്ളത്. ഒരു 2 വർഷം മുന്നേ മേടിച്ചതാണ്. ഓഫർ ഉണ്ടായിരുന്നു ആ സമയത്ത്. എനിക്ക് തോന്നുന്നു 1500-ന്റെ താഴെയാണ് പ്രൈസ് ഉണ്ടായിരുന്നത്. അത് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കിട്ടിയത്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ റേറ്റ് ഉള്ള ബാഗാണ്. അതിനുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ ബാഗിന്. ഇത് 2 ഷെയ്ഡ്സിലുണ്ട്. ഇവിടെ വന്നിട്ട് സിൽവർ അല്ലേ, ഇതൊരു കോപ്പർ ഷെയ്ഡ് വരുന്നത്, കോപ്പർ ആൻഡ് ബ്രൗൺ വരുന്ന വേറൊരെണ്ണം കൂടി ഉണ്ട്. അപ്പം ഞാൻ ലിങ്ക് എന്തായാലും ഞാൻ കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് എന്തായാലും ബാഗ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പം ഇത് ഓഫീസിൽ കൊണ്ടുപോകുന്ന ബാഗാണ്. ഇതിനകത്ത് അത്യാവശ്യത്തിന് ഞാനിങ്ങനെ ഓഫീസിൽ കൊണ്ടുപോകുമ്പോൾ നമ്മൾ കുറേ നേരം വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണല്ലോ. അപ്പം നമുക്ക് അങ്ങനെ ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ ഞാൻ അതിനകത്ത് കുത്തിരിക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് എൻ്റെ വാളറ്റ് ആണ്. ഇതാണ്. ഇത് ഞാൻ മാക്സിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പം ഇത് കുറേ നാളായി. ഇത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വർഷം 2 വർഷമൊക്കെ ആയിട്ടുണ്ട് ഈ ഒരെണ്ണം. ഇതാണ്. ഇത് വലുതാണ് കേട്ടോ. എനിക്ക് ചെറുതൊരെണ്ണം മേടിക്കണമെന്നുണ്ട്. ബിക്കോസ് ഇങ്ങനത്തെ ബാഗിൽ ഇത് ഓക്കെയാണ്. പക്ഷെ നമ്മൾ സ്ലിംഗ് ബാഗൊക്കെ ചെറുതിടുമ്പോൾ അതിനകത്ത് ഇത് കൊള്ളില്ല. പക്ഷെ അപ്പോൾ ഇത് മാറ്റണം. ഓക്കെ, സോ ഇതാണ് ആദ്യത്തെ സംഭവം. നെക്സ്റ്റ് വന്നിട്ട് ഇത് ക്ലിപ്പാണ് കേട്ടോ. നമ്മൾ ഹെയറിലിടുന്ന ക്ലിപ്പില്ലേ, അതാണ്. പുട്ടപ്പ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ക്ലിപ്പ്. ഇത് സുഡിയോന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് യൂണിഫ്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെന്റൽ ഫ്ലോസ് ആണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ പല്ല് ക്ലീൻ ചെയ്യണതാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ഒക്കെ ഇരിക്കുകയാണെങ്കിൽ അത് ക്ലീൻ ചെയ്യാനുള്ള ഒരു സംഭവമാണ്. എനിക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുണ്ട്. ഇതെപ്പോഴും ഞാൻ ബാഗിൽ വെക്കാറുണ്ട്. നല്ലതാണ് കേട്ടോ. അപ്പം ഇത് ഇങ്ങനത്തെ ഒരു സംഭവമാണ്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് സംഭവം. ഓക്കെ, അടുത്തത് വന്നിട്ട് നമുക്ക് ഹെയർ സെറമാണ് കേട്ടോ. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഹെയർ സെറാണ്. ഇതെപ്പോഴും കൊണ്ടുപോകാറുണ്ട്. ഇതിന് ചെറിയ കിട്ടും കേട്ടോ. ഇച്ചിരി മോന്ന കുട്ടി ബോട്ടിൽ മേടിക്കാൻ കിട്ടും. അതാണ് ഞാൻ യൂഷ്വലി എടുക്കാറുള്ളത്. ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് പുതിയത് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് പെർഫ്യൂമാണ് കേട്ടോ. ഇതാണ് പെർഫ്യൂം. ഇതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പെർഫ്യൂം. നല്ല സ്മെല്ലാണ് ഇതിന്. ഡെയിൽസ് ആൻഡ് ഡ്യൂൺസ് അതാന്ന് തോന്നുന്നു ബ്രാൻഡ്. ഇത് ഞാൻ സ്റ്റോറിൽ പോയിട്ട് ഞാൻ ഷോപ്പയിൽ എന്തോ കണ്ടപ്പം അങ്ങനെ മേടിച്ചിട്ടുള്ളതാണ്. എവിടെയോ കയറിയപ്പോൾ കണ്ടപ്പം അങ്ങനെ ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ. ഇത് നല്ലൊരു ഫ്ലോറൽ ഒരു സ്മെല്ലാണ്. നല്ല പെർഫ്യൂമാണ് കേട്ടോ. ഇതുണ്ട്. ഓക്കെ, അടുത്തത് വന്നിട്ട് എൻ്റെ സ്നാക്ക് ബോക്സ് ആണ് കേട്ടോ. നട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ കൊണ്ടുപോകാറുണ്ട് ഇടയ്ക്ക്. അപ്പം ഇത് ആണ് നെക്സ്റ്റ്. നെക്സ്റ്റ് വന്നിട്ട് എൻ്റെ ഫോണിൻ്റെ ചാർജറാണ് കേട്ടോ. ഫോൺ ഉണ്ടാവാറുണ്ട്. ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഫോണിൻ്റെ ചാർജറാണ്. അടുത്തത് വന്നിട്ട് കോമ്പാക്ട് പൗഡറാണ് കേട്ടോ. നൈക്കയുടെ ഒരു കോമ്പാക്ട് പൗഡറാണ്. ഇതും ഉണ്ടാവാറുണ്ട് ബാഗിൽ. സോ അപ്പം ഇത് നെക്സ്റ്റ്. പിന്നെ അടുത്തത് വന്നിട്ട് സൺസ്ക്രീൻ സ്റ്റിക്കാണ് കേട്ടോ. ഇത് ഡോട്ട് ആൻഡ് കീയുടെ സൺസ്ക്രീൻ സ്റ്റിക്കാണ്. ഇതാണ്. ഫോക്കസ് ആവോ? ഇതാണ് സൺസ്ക്രീൻ സ്റ്റിക്ക്. ഇത് സ്ട്രോബെറി
സൺസ്ക്രീൻ സ്റ്റിക്കാണ് കേട്ടോ. അത് നല്ല സൺസ്ക്രീൻ സ്റ്റിക്കാണ്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ നോർമലി ക്രീം ആയിട്ടുള്ള ഏതെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് പിന്നെ അപ്ലൈ ചെയ്യുമ്പം നല്ലത് ഇങ്ങനത്തെ സൺസ്ക്രീൻ സ്റ്റിക്കാണ്, കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ മേടിച്ചിട്ടുള്ളതാണ് ഈ ഒരു സൺസ്ക്രീൻ സ്റ്റിക്ക്. നല്ലതാണ് കേട്ടോ. ഇത് എപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബാഗിൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് മാമാഅർത്തിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഓക്കെ, അപ്പോൾ ഇത് മാമാഅർത്തിൻ്റെ സോഫ്റ്റ് മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് നല്ലൊരു റെഡ് ഷെയ്ഡാണ്. ഉണ്ടോ, ഇങ്ങനെയാണ്. ഇതിപ്പോൾ ഞാൻ എപ്പോഴും കൊണ്ടുപോകാറുണ്ട്. നമുക്കിത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. പിന്നെ നല്ല അടിപൊളി ലിപ്സ്റ്റിക്കാണ്. മാമാഅർത്തിൻ്റെ എല്ലാ ലിപ്സ്റ്റിക്സും അടിപൊളിയാണ്. അത്യാവശ്യം നല്ലപോലെ ലോങ് ലാസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ നല്ല ഷെയ്ഡ്സ്, വെറൈറ്റി ഓഫ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ മാമാഅർത്തിൽ. അപ്പോൾ എനിക്കിതിൻ്റെ ഒരുപാട് സെറ്റ് ഓഫ് എന്താ പറയുക ലിപ്സ്റ്റിക്സ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. ഞാൻ അതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. Mamaearth Soft Matte Long Stay Lipstick is very comfortable and long lasting one. 12 hours long stay പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് ജോജോബ ഓയിൽ ആൻഡ് വൈറ്റമിൻ ഇ ആണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ആണ്. 1 സ്ട്രോക്ക് ആപ്ലിക്കേഷനിൽ തന്നെ നല്ല പിഗ്മെന്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ലിപ്സ്റ്റിക്സ് ആണ് കേട്ടോ. മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എവറി ഡേ യൂസ് ചെയ്യാൻ പറ്റും. വാട്ടർ പ്രൂഫ് ആണ്, അതുപോലെ തന്നെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് കൂടിയാണ്. Mamaearth Soft Matte Lipsticks are available in 9 different beautiful shades to suit Indian skin tones. Mocha Brown, Mulberry Pink, Grape Wine, Berry Nude, Woody Rose, Petal Pink, Ruby Red, Red Dahlia, Honey Blush. ഇത്രയും ഷെയ്ഡ്സിൽ ഈ ലിപ്സ്റ്റിക്സ് അവൈലബിൾ ആണ്. പ്ലാസ്റ്റിക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് മാമാഅർത്ത്. മാമാഅർത്തിൻ്റെ എല്ലാ പ്രൊഡക്ട്സും മാമാഅർത്തിൻ്റെ ആപ്പിലും വെബ്സൈറ്റിലും ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, പേർപ്പിൾ ആൻഡ് നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോഴ്സിലും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ എൻ്റെ കൂപ്പൺ കോഡായിട്ടുള്ള AGP2024 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 20% മാമാഅർത്തിൻ്റെ വെബ്സൈറ്റ് വഴി കിട്ടുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ലിപ് ബാം ആണ് കേട്ടോ. ഇത് വന്നിട്ട് ഡോട്ട് ആൻഡ് കെയുടെ തന്നെ ലിപ് ബാം ആണ്. ബാരിയർ റിപ്പയർ സെറാമൈഡ് പ്ലസ് പെപ്റ്റൈഡ് ലിപ് ബാം ആണ് കേട്ടോ. ഇത് നല്ല ലിപ് ബാം ആണ്. അപ്പം ലിപ് ബാം എപ്പോഴും ഞാൻ കൊണ്ട് നടക്കാറുണ്ട്. ബിക്കോസ് ഇപ്പോൾ പ്രത്യേകിച്ചും സമ്മറൊക്കെ ആകുമ്പം ഭയങ്കരമായിട്ടും നമുക്ക് ഡ്രൈ ആവുമല്ലോ ലിപ്സൊക്കെ. അപ്പം ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലിപ് ബാം കൊണ്ട് നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ്. ഇനി എയർപോർട്സ് ഉണ്ട്. ഇത് അതുണ്ട്. പിന്നെ ഇതിനകത്ത് എന്തൊക്കെയോ കുറേ സാധനങ്ങൾ ഉണ്ട് കേട്ടോ. ഒരു മെഡിസിൻ ഉണ്ട്. പിന്നെ ഇയർപോഡ് ചാർജ് ചെയ്യണ ചാർജർ ഉണ്ട്. ഇത് അത്തറാണ് കേട്ടോ. ഇതുണ്ട്, ഒരു കുട്ടി അത്തർ കുപ്പിയുണ്ട്. പിന്നെ എൻ്റെ വണ്ടിയുടെ ചാവി. പിന്നെ ഓ മൈ ഗോഡ്, ഒരു നെയിൽ പോളിഷ് ഉണ്ട് ഗൈസ്. സുഡിയോൻ്റെ ഒരു നെയിൽ പോളിഷ് ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഞാൻ ഷൂട്ടിന് പോയപ്പം എടുത്ത് പറക്കിയിട്ടിരിക്കണതായിരിക്കും. ഇതിന് ഉള്ളിൽ കുറച്ച് കമ്പാർട്ട്മെന്റ്സ് ഉണ്ട്. 1, 2, 3 എണ്ണം ഉണ്ട്. ഇതിനകത്ത് ഉള്ളിൽ ഇങ്ങനെ താഴെ എടുക്കുമായിരുന്നു. ഞാൻ എടുത്ത് മാറ്റിയില്ല, മറന്നുപോയി. സോ അപ്പോൾ ഇതൊരെണ്ണം കിടപ്പുണ്ട്. ഇനി നെക്സ്റ്റ് വന്നിട്ട് പിന്നെയും ഒരു കുഞ്ഞൊരു ക്ലിപ്പ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് എന്തൊക്കെയോ കുറേ പേപ്പേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. വേസ്റ്റ് പേപ്പറാണ് അതൊക്കെ. പിന്നെ എന്തുവാ, ബ്ലഷ് ഉണ്ട്. മാമാഅർത്തിൻ്റെ ബ്ലഷ്. ഇത് 2 എണ്ണം ഉണ്ട്. റോസ് പിങ്കും ബീറ്റ് റെഡ് 2 ഷെയ്ഡ് ഉണ്ട് കേട്ടോ. 2 ബ്ലഷ്. ഇതെല്ലാം ഞാൻ ഷൂട്ടിന് കൊണ്ടുപോയപ്പോൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നതാണ്. അല്ലാണ്ട് ഞാൻ ഇതൊന്നും കൊണ്ടിട്ടല്ല ഇപ്പോഴും നടക്കണത്. പക്ഷെ ഇതൊക്കെ ഞാൻ എടുത്ത് വയ്ക്കാൻ മറന്നേക്കണതാണ്. പിന്നെയും എന്തൊക്കെയോ മെഡിസിൻസ്. പിന്നെ കുറേ ഇങ്ങനത്തെ കുട്ടി ക്ലിപ്സ് ഇല്ലേ, അതുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് കാലിയായി. ഓ മൈ ഗോഡ്, ഒരു ബണ്ണുണ്ട്, കോയിൻസ്,
പിന്നെയും കുറേ ക്ലിപ്സ്, അങ്ങനത്തെ കുറച്ച് അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പേഴ്സിലിടാം. നെക്സ്റ്റ് വന്നിട്ട് നമുക്കൊരു മേക്കപ്പ് റിമൂവറാണ് കേട്ടോ. ഇത് വന്നിട്ട് ഐസ് ആൻഡ് ലിപ്സിൻ്റെ മേക്കപ്പ് റിമൂവറാണ്. ഇത് മാമാഅർത്തിൻ്റെ മിസലർ ജെന്റിൽ മേക്കപ്പ് റിമൂവർ വൈപ്സ് ആണ് കേട്ടോ. ഇത് വിത്ത് മിസലർ വാട്ടർ ആൻഡ് അലോവേര ഉള്ളതാണ് കേട്ടോ. നമുക്ക് ഐ മേക്കപ്പ് അതുപോലെ തന്നെ ലിപ്സ്റ്റിക് റിമൂവ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്ക് കൊണ്ടുപോകാറുണ്ട്. ഇപ്പം ഷൂട്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ കൊണ്ടുപോകാറുണ്ട്. നല്ല വൈബ്സ് ആണ് കേട്ടോ. ഞാൻ ഇന്ത്യസ് ഫസ്റ്റ് മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് മിസലർ ജെന്റൽ മേക്കപ്പ് റിമൂവർ ആണ് മാമാഅർത്തിൻ്റെ ഈ ഒരു മേക്കപ്പ് റിമൂവർ. ഈസി ആൻഡ് ക്വിക്ക് റിമൂവൽ ഓഫ് വാട്ടർ പ്രൂഫ് മേക്കപ്പ് ആണ്. ഐസ്, ഫേസ് ആൻഡ് ലിപ്സിലെ മേക്കപ്പ് എല്ലാം റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എൻറിച്ച്ഡ് വിത്ത് മിസലർ വാട്ടർ ആൻഡ് അലോവേര ജെല്ലാണ്. നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ചെയ്യാനും സൂത്തൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ട് ആവുന്ന ഒരു മേക്കപ്പ് റിമൂവർ ആണ്. ഈവൻ സെൻസിറ്റീവ് സ്കിൻ വരെ സ്യൂട്ട് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ 100% ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. പ്ലാന്റ് ബേസ്ഡ് ഫൈബർ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഡെർമറ്റോളജിക്കലി ആൻഡ് ഒഫ്താൽമോളജിക്കലി ടെസ്റ്റഡ് ആണ്. ആൽക്കഹോൾ ഫ്രീ ആണ്. pH ബാലൻസ്ഡ് ആണ് കേട്ടോ. ഒറ്റ വൈപ്പിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ഫേസിലെ മേക്കപ്പ് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എവറി ഡേ യൂസ് ചെയ്യാനും പറ്റും കേട്ടോ. ഇനി നമുക്ക് സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയൊരു സിബ് ഉണ്ട് കേട്ടോ. ഈ ബാഗിനുള്ളിൽ ഒരു ചെറിയൊരു സിബ് ഉണ്ട്. അതിനകത്ത് ഒരു ലിപ് ബാം ഉണ്ട്. ഇത് ഹിമാലയയുടെ ലിപ് ബാമാണ്. ഇതുണ്ട്. എൻ്റെ ദൈവമേ, ഇതിനകത്ത് എന്തൊക്കെയാണ്. പിന്നെ കുറേ പേപ്പേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയോ ബില്ലും കാര്യങ്ങളൊക്കെയുള്ള കുറേ പേപ്പേഴ്സ് ഉണ്ട്. പിന്നെ എൻ്റെ കുട്ടിയൊരു ബുക്കുണ്ട്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എഴുതി വെക്കണം. അങ്ങനെ കുട്ടിയൊരു ബുക്കുണ്ട്. ഓക്കെ, അമ്മ കഴിഞ്ഞു ഗൈസ്, കഴിഞ്ഞു. ഇത്രയും സംഭവങ്ങളാണ് കേട്ടോ എൻ്റെ ഈ ഒരു വലിയ ബാഗിനകത്തുള്ളത്. കുറേ ഐറ്റംസ് ഉണ്ട്. ഇനി ഇതിനകത്ത് വേറെയും എൻ്റെ ഫോൺ ഉണ്ടാവാറുണ്ട്, പിന്നെ ഒരു കുട ഉണ്ടാവാറുണ്ട്, പിന്നെ വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പുറത്തെടുത്ത് വെച്ചു. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഈ ഒരു ബാഗിനകത്ത് ഉള്ളത്. ഇതിലല്ലാതൊന്നും ഞാൻ അങ്ങനെ എപ്പോഴും ബാഗിനകത്ത് കൊണ്ട് നടക്കണമെന്നല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു റീസെൻ്റ്ലി ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ബാഗ് കൊണ്ടുപോയപ്പോൾ ഇതിനകത്ത് ഇട്ടിട്ടുള്ളതാണ് ഈ 2 ബ്ലഷൊക്കെ. അതാണ് കേട്ടോ. ഒരു ബ്ലഷ് ഞാൻ കൊണ്ടുപോകാറുണ്ട്, പക്ഷെ 2 ബ്ലഷ് ഒന്നും കൊണ്ടുപോകാറില്ല. ഇതൊക്കെ അങ്ങനെ. പിന്നെ ഈ നെയിൽ പോളിഷ് ഒന്നും കൊണ്ടുപോകാറില്ല. ഇതൊക്കെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് എൻ്റെ ബാഗിനകത്ത് എപ്പോഴും ഉണ്ടാവണത്. സോ അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.